നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ പൊളിച്ച് കഴിഞ്ഞ ദിവസം മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. വൈകിട്ട് 3 മണിക്കാണ് ഗോപന്റെ സംസ്കാരം നടക്കുക. ഇതിനായി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് പുതിയ കല്ലറ ഒരുക്കിയിരിക്കുകയാണ് കുടുംബം. പോലീസ് പൊളിച്ച കല്ലറയ്ക്ക് സമീപമാണ് പുതിയ കല്ലറ സ്ഥാപിച്ചത്. സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഘോഷയാത്രയെ സമാധി സ്ഥലത്തെത്തിക്കും. വിപുലമായ ചടങ്ങുകളോടെ മഹാസമാധി സംസ്കരിക്കുമെന്ന് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ ചടങ്ങിന്റെ ഭാഗമാകും. അതേസമയം ഗോപന്റെ മരണകാരണം സംബന്ധിച്ച ദുരൂഹതകളിൽ വ്യക്തത വന്നിട്ടില്ല. മരണസമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഇളയ മകനെ അടക്കം കുടുംബാംഗങ്ങളെ വീണ്ടും പോലീസ് വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. ഭസ്മം ശ്വാസകോശത്തിൽ കടന്നു എന്ന് ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഗോപന്റെ തലയിലെ കരുവാളിച്ച പാടുകളെ കുറിച്ചുള്ള ദുർഗത നീങ്ങേണ്ടതുണ്ട്. ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറി നിറച്ചത് 3 ചാക്ക് ഭസ്മവും പിന്നെ കർപ്പൂരവുമായിരുന്നു. ബലപ്രയോഗത്തിന്റെ ലക്ഷണമൊന്നും ഗോപൻ സ്വാമിയുടെ ശരീരത്തിലില്ല. സമാധി പൊളിച്ച് പുറത്തെടുത്ത നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിൽ പുറമെ മുറിവുകളോ പരിക്കുകളോ ഇല്ല. വായിൽ കാണപ്പെട്ട ഭസ്മം ശ്വാസകോശത്തിലും കണ്ടെത്തിയാൽ സംഭവം കൊലപാതക കേസായി മാറും. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവും. ആന്തരിക അവയവങ്ങളെ സാമ്പിൾ രാസപരിശോധനയ്ക്ക് അയക്കും. ഒരാഴ്ചക്കുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് സൂചന. ശ്വാസകോശത്തിൽ ഭസ്മം കണ്ടെത്തിയാൽ ഗോപൻ സ്വാമി ജീവനോടെ സംസ്കരിച്ചെന്ന സംശയം ബലപ്പെടും. മരണസമയത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ടെന്നും കേസിൽ ഇത് നിർണായകമായി മാറും. പോലീസ് ഇൻക്വസ്റ്റിൽ അസ്വാഭാവികത കണ്ടെത്തിയിട്ടില്ല. ദുരൂഹത നീങ്ങാൻ 3 റിപ്പോർട്ടുകൾ കൂടി ലഭിക്കണമെന്നാണ് പോലീസ് നിലപാട്. ഫോറൻസിക് രാസപരിശോധന, ഹിസ്റ്റോ പത്തോളജിക്കൽ റിപ്പോർട്ടുകളാണ് കിട്ടാനുള്ളത്. ഭാര്യയുടെയും മകന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. മക്കളുടെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തും. ഒരാൾക്ക് ഇരിക്കാനുള്ള പൊക്കവും വീതിയും മാത്രമുള്ള കല്ല് കെട്ടിയുള്ള അറ. ഇതിന്റെ മുൻവശവും മുകളിലത്തെ മൂടി മാത്രമാണ്. ഇതിനകത്ത് മൃതദേഹം ഇരുത്തിയ ശേഷം സിമന്റ് കൊണ്ടടച്ചത്. ഇതിനകത്ത് പത്മാസനത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദേഹം ആകെ തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. 3 അടിയോളം വീതിയും 4 അടിയോളം പൊക്കവുമുള്ള അറയിൽ ഗോപൻ സ്വാമിയെ ഇരുത്തിയ നിലയിലാണ് കണ്ടെത്തുന്നത്. ശരീരം ജീർണിച്ചു തുടങ്ങിയിരുന്നു. ആദ്യം ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചുവെങ്കിലും ശരീരം കൂടുതൽ ജീർണാവസ്ഥയിലാകാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മതിയെന്ന് ഫോറൻസിക് സർജൻമാർ പറഞ്ഞതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. വിശദ പരിശോധന അനിവാര്യമായതുകൊണ്ടായിരുന്നു ഇത്. അതിനിടെ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞതെന്നും തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ് വ്യക്തമായതെന്നും മകൾ സനന്ദൻ പറയുന്നു. ആന്തരിക അവയവ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നാലേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് വന്നാലും പേടിക്കാനില്ലെന്നും സനന്ദൻ പറയുന്നു. അച്ഛൻ മഹാസമാധിയായതാണ്. ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കണം. BSDP നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതിഷേധിക്കാതിരുന്നത്. ഒരു രാജാവിനെ പോലെ സന്യാസിമാരെ വിളിച്ച് ഗോപൻ സ്വാമിയുടെ മഹാസമാധി ചടങ്ങ് നടത്തും. അച്ഛൻ സമാധിയായതാണെന്ന വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയത്. സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ടെന്ന് സനന്ദൻ പറയുന്നു. ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ മ്ലേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്നും BSDP നേതാവ് ചന്ദ്രശേഖരൻ പറയുന്നു. കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല. ഇന്ന് ഉച്ചയ്ക്ക് 3-നും 4-നും മണിക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തുക. ഇവരോടുള്ള വിരോധമുള്ള ആളാണ് പരാതി നൽകിയത്. അവർ ഇവരുടെ ബന്ധുവൊന്നുമല്ല. തിടുക്കം കാണിക്കേണ്ടതിരുന്നില്ല എന്ന് ചന്ദ്രശേഖരൻ പറയുന്നു. അച്ഛൻ തേജസ്സോടുകൂടി ധ്യാനത്തിൽ നിന്ന് സമാധിയായതാണ്. ആ സമാധിയെ വികൃത രൂപത്തിലാക്കിയെടുത്തു. അതിൽ എനിക്കും കുടുംബത്തിനും നല്ല വിഷമമുണ്ടെന്നും ഞങ്ങളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ആരൊക്കെ കൊടുത്തിട്ടുണ്ടോ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സനന്ദൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.